പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒന്നിരായ വൈദിക സഹോദരന്മാരെ, ഇത് പെന്തിക്കോസ്തയ്ക്ക് ശേഷമുള്ള 9-ാം ഞായറാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 40-ാമത്തെ എപ്പിസോഡ്. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിങ്ങളെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറി ഇരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ 2 പേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടി ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പുതിയ നിയമത്തിൽ സ്വർഗരാജ്യത്തെ വിരുന്നിനോട് ഉപമിക്കുന്ന ധാരാളം ഭാഗങ്ങളുണ്ട്. ഉദാഹരണമായി മത്തായിയുടെ 22-ാം അധ്യായത്തിൽ ഒരു രാജാവ് തൻ്റെ പുത്രൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണക്കത്തയച്ചിരുന്നു. പക്ഷേ ക്ഷണിക്കപ്പെട്ടവർ ക്ഷണം ഓരോ മുടന്തൻ ന്യായം പറഞ്ഞ് നിരസിക്കുന്നു. അവസാനം അവൻ സേവകരെ വിട്ട് വഴിക്കവലകളും നാൽക്കവലകളിലും ഒക്കെ കണ്ട സർവ്വമനുഷ്യരെയും വിളിച്ചകത്ത് കയറ്റുന്നു. എന്നാൽ എല്ലാവർക്കും ധരിക്കാൻ വിവാഹ വസ്ത്രം അവിടെ ഒരുക്കി വച്ചിരുന്നുവെങ്കിലും ഒരുവൻ അത് ധരിക്കാതെ അകത്ത് കടന്നു വന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 13-ൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവർ ദൈവരാജ്യത്തിലിരിക്കുകയും നിങ്ങൾ പുറന്തള്ളപ്പെടുകയും ചെയ്യും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും ധാരാളം പേർ വന്ന ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അതുപോലെ നമുക്കറിയാവുന്ന മത്തായിയുടെ സുവിശേഷം 25-ല് ഒരുങ്ങിയിരുന്ന കന്യകമാർ മാത്രം മണവാളിനോടൊപ്പം വിരുന്നിന് പ്രവേശിക്കുന്നു. ഇവിടെയെല്ലാം സ്വർഗരാജ്യത്തെ വിരുന്നിനോടാണ് ഉപമിച്ചിരിക്കുക. ഇന്ന് നാം വായിച്ചു കേട്ട ലൂക്കായുടെ സുവിശേഷം 14:7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യേശു നമ്മളോട് അരുളി ചെയ്യുന്ന പാരബിൾ ഓഫ് ദ കിങ്ഡം. പാരബിൾ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ അത് ഒരുമിച്ച് വയ്ക്കുന്നു. അത് പരസ്പരം താരതമ്യം ചെയ്യാൻ വേണ്ടി. ഒരു ഭൗതികമായ കാര്യം, മറ്റൊന്ന് ആത്മീയമായ കാര്യം. അതുകൊണ്ട് ഉപമകളിലൂടെ യേശു സംസാരിക്കുന്ന പാരബിൾ, പരാബോളെ എന്ന ഗ്രീക്ക് വാക്ക് തന്നെയാണ് ഇംഗ്ലീഷിൽ പാരബിൾ എന്ന് പറയുന്നത്. 2 കാര്യങ്ങൾ ചേർത്ത് വെക്കുക.
താരതമ്യം ചെയ്ത് പഠിക്കുക. ഇതാണത്. ഇവിടെ ഒരു വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു ഈ ഉപമ അരുളി ചെയ്യുന്നത്. ധാരാളം മനുഷ്യർ ക്ഷണിക്കപ്പെട്ടവർ ഹോസ്റ്റിനോട് അടുത്തുള്ള സീറ്റുകളാണ് പ്രധാനപ്പെട്ടത്. ആതിഥേയൻ ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും വന്ന് അടുത്തിരിക്കുവാൻ ധാരാളം പേരെ ബന്ധപ്പെടുന്നത് യേശു കണ്ടു. അതാണ് സുപ്പീരിയർ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം അതിഥികളെ കുറിച്ചാണ്. രണ്ടാമത്തെ ഭാഗം ആതിഥേയനെ കുറിച്ചാണ്, ഹോസ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നത്തെ ആധുനിക രീതിയിൽ 2000 വർഷം മുമ്പിലത്തെ കാര്യങ്ങൾ മനസ്സിലാക്കരുത്. യഹൂദര് നല്ല വിരുന്ന് കഴിച്ചിരുന്നത് കിടന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് വിശ്വസിക്കാൻ പ്രയാസം കാണും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്ലേറ്റിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്ലേറ്റിൽ ഒരുമിച്ച് ഭക്ഷണം വയ്ക്കുകയും ക്ഷണിക്കപ്പെടുന്നവർ ഒരു മെത്തയിൽ കിടക്കുകയും ഇടത് കൈ കുത്തിപ്പിടിച്ച് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്ന ഒരു രീതി ഉണ്ട്. അതിനാൽ ഇവിടെ ദോസ് ഹൂ ആർ റിക്ലൈനിങ് എന്നാണ് പറഞ്ഞിരിക്കുക. ക്ലീനോ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം കിടക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ക്ലിനിക് എന്ന ഇംഗ്ലീഷ് പദം വരുന്നത്. കിടത്തി ചികിത്സിക്കുന്ന സ്ഥലത്തെയാണല്ലോ ക്ലിനിക് എന്ന് പറയുക. അതിനാൽ യേശുവിനോടൊപ്പം യോഹന്നാൻ മാർവിടത്തിൽ ചാരിക്കിടന്നു എന്ന് പറയുമ്പോഴും യേശു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് യേശുവിൻ്റെ പാദം കണ്ണുനീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ മേശക്കടിയിൽ കയറുന്ന പോലെ ഒരു സ്ത്രീ വന്ന് കയറി എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. കാല് പുറത്തോട്ടാണ് കിടന്നത് എന്നുള്ളത് ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാര്യം അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്, അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. എന്നാൽ ഇങ്ങനെയുള്ള പ്രഥമ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുവാനായി അതിഥികൾ വെമ്പുന്നത് കണ്ടപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരമാണ്. അനേകം പേരെ അവൻ ക്ഷണിച്ചിട്ടുണ്ടാവും. നിന്നേക്കാൾ പ്രധാനപ്പെട്ട ഒരാൾ കയറി വരുമ്പോൾ നിന്നോട് പറയും, സഹോദര എഴുന്നേൽക്ക്, നീ അങ്ങ് താഴേക്ക് പോയിരിക്കുക എന്ന് പറയുമ്പോൾ മറ്റതിഥികളുടെ മുമ്പിൽ നിനക്ക് അപമാനം ഉണ്ടാകും. എന്നാൽ നീ നേരത്തെ തന്നെ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുകയാണെങ്കിൽ ആതിഥേയൻ വരുമ്പോൾ സഹോദര ഇങ്ങോട്ട് കയറിയിരിക്കൂ എന്ന് നിന്നെ വിളിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ മാനിക്കും. അതുകൊണ്ട് യേശു പറഞ്ഞു, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഇതൊരു ടേബിൾ മാനേഴ്സായിട്ട് സങ്കല്പിക്കാവോ? പ്രഭാഷകൻ്റെ പുസ്തകത്തിലും അതുപോലെ സുഭാഷിതങ്ങളിലും ഒക്കെ എങ്ങനെയാണ് ഒരു വിരുന്നിൽ സംബന്ധിക്കേണ്ടത്, എങ്ങനെ അത്യാർത്തി കാണിക്കരുത്, എങ്ങനെ സീറ്റുകൾ വലിയ ഉന്നതമായ സീറ്റുകളിൽ കയറിയിരിക്കരുത് എന്നൊക്കെ പറയുന്ന ഉപദേശങ്ങളുണ്ട്. അത് കൂടുതലും ടേബിൾ മാനേഴ്സാണ്. ഒരാൾ ഒരു വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദ. എന്നാൽ ഇവിടെ യേശു പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ നിയമമാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ നിയമം എന്താണ്? നമ്മളെ സംബന്ധിച്ച് ആധുനിക മനഃശാസ്ത്രത്തിൽ എല്ലാം സെൽഫ് പ്രൊമോഷനാണ്. യു ഹാവ് ടു പ്രൊമോട്ട് യുവർ സെൽഫ്. നിന്നെ വേറെ ആരും പൊക്കിക്കൊണ്ട് പോകാനില്ല. അതുകൊണ്ട് നിന്നെ തന്നെ പൊക്കണം, നീ നിന്നെ തന്നെ ഉയർത്തണം, നിന്റെ വളർച്ച നീ തന്നെ ക്രമീകരിക്കണം, നിന്റെ ഭാവി നിന്റെ കൈകളിലാണ്
ഇതുപോലുള്ള ആധുനിക മനഃശാസ്ത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ നിയമം വ്യത്യസ്തമാണ്. യോഹാന്നസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയുടെ പ്രധാനപ്പെട്ട പട്ടണം. അവിടെ സന്ദർശനം നടത്തിയപ്പോൾ മഹാത്മാഗാന്ധി 7 വർഷം കിടന്ന ഒരു 6 അടി നീളം 6 അടി വീതിയുള്ള ഒരു കൊച്ചു സെല്ല് കാണുവാനിടയായി. അവിടെ ഇട്ടിരുന്ന ഒരു സ്റ്റൂളിൽ ഞാൻ കുറേ സമയം ഇരുന്നു. മഹാത്മാഗാന്ധി അവിടെ കുറിച്ചു വെച്ച പല കാര്യങ്ങളും അവിടെ വരുന്നവർക്ക് വായിക്കാൻ വേണ്ടി ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ സെൽ ഒരാൾക്കുള്ളതാണ്. എന്നാൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ 10 പേരെയൊക്കെ രാത്രി ഈ സെല്ലിലേക്ക് കൊണ്ടടയ്ക്കും. അപ്പോൾ മഹാത്മാഗാന്ധി ചെയ്തിരുന്നത്, ഈ പുതുതായി വരുന്ന അന്തേവാസികൾക്ക് അല്ലെങ്കിൽ തടവ് പുള്ളികൾക്ക് സ്ഥലം കൊടുക്കുവാനായി മഹാത്മാഗാന്ധി ഉറങ്ങാതെ ബാക്കി അവസാനത്തെ സ്ഥലം കക്കൂസിലുള്ളതാണ്, ടോയ്ലറ്റിലുള്ള സ്ഥലമാണ്. ആ ടോയ്ലറ്റിൻ്റെ ഭിത്തിയിൽ ചാരി ഇരുന്നുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചത് അദ്ദേഹം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ അദ്ദേഹം അതിൻ്റെ സ്ഥാപകനും നേതാവുമാണ്. എങ്കിലും അദ്ദേഹമാണ് അവിടെ രാവിലെ ചൂലെടുത്ത് വൃത്തിയാക്കുകയും കക്കൂസുകൾ കഴുകുകയും ഒക്കെ ചെയ്തിരുന്നത്. നമ്മൾ ഓർക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇയാളെ മഹാത്മാ എന്ന് വിളിക്കുക, ദ ഗ്രേറ്റ് സോൾ? അദ്ദേഹത്തെ ഇന്ന് നമ്മൾ മഹാത്മാ എന്ന് വിളിക്കുന്നത് ഇതുപോലെ ഉള്ള എളിയ സേവനങ്ങൾ ചെയ്യാൻ ഉള്ള വിശാല ഹൃദയം, എളിമയുള്ള ഹൃദയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. കർത്താവ് ഒരിക്കലും നമ്മളെ ഒരു തെറ്റായ എളിമ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ബൈബിളിലെ മറ്റ് വേദഭാഗത്ത് ഫിലിപ്പിയർ 2-ാം അധ്യായം പൗലോസ്ലീഹ പറയുന്നു, ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതണം. സേവന മനോഭാവത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഞാൻ വേറൊരാളെ ബഹുമാനിച്ചാൽ മാത്രമേ അവരെ സേവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, ദൈവം അഹങ്കാരികളെ ചെറുക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുകയും. അതിനാൽ ഉപരിയായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴാൻ പഠിക്കണം. അതാണ് ഫിലിപ്പിയർ 2-ൽ കർത്താവായ യേശു ദാസൻ്റെ വേഷം സ്വീകരിച്ച് രൂപത്തിൽ മനുഷ്യനെ പോലെയായി തന്നെ തന്നെ വെറുമയാക്കി, അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എന്ന് നാം വായിക്കുന്നത്. കർത്താവായ യേശു ഇവിടെ നടത്തുന്നത് ഒരു ആത്മീയ ചിന്ത മാത്രമല്ല, ഒരു സാമൂഹ്യ വിമർശനം കൂടിയാണ്. അന്നത്തെ ഫരിസയർ, സദൂക്കായർ, നിയമജ്ഞർ ഇവരൊക്കെ സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങൾ ആഗ്രഹിച്ച് അവരത് അസർട്ട് ചെയ്ത് അവരുടെ അധികാരം ഉറപ്പിച്ചിരുന്നൊരു കാലമാണ്. ലൂക്കായുടെ 20:46 നാം വായിക്കുന്നു, അവർ നീണ്ട മേലങ്കി ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനും അവരാഗ്രഹിക്കുന്നു. വിരുന്നുകളിൽ അഗ്രാസനം, ഏറ്റവും മുന്തിയ സീറ്റ്, അത് ഒരു സോഷ്യൽ ക്രിട്ടിക്ക് കൂടിയാണ് കർത്താവ് നടത്തിയത്. ഈ ഉപമയുടെ 2-ാമത്തെ ഭാഗം
ആതിഥേയരെ കുറിച്ചാണ്. ഇവിടെ കർത്താവ് പറയുന്നു, നീ ഒരു വിരുന്ന് കൊടുക്കുമ്പോൾ, അത്താഴമോ മുത്താഴമോ, നീ ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ ക്ഷണിക്കരുത്. കാരണം ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. അതിനാൽ നീ ചെയ്യേണ്ടത് ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. കാരണം അവർക്ക് നിനക്ക് പകരം നൽകുവാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അതിനാൽ നീ ഭാഗ്യവാനായിരിക്കും എന്ന് പറയുമ്പോൾ, ഞാൻ അവർക്കൊരു സേവനം ചെയ്താൽ അതിൽ ഉപരിയായിട്ട് അവരിങ്ങോട്ട് സേവനം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സേവനം ചെയ്താൽ നിന്റെ പ്രതിഫലം നീ പറ്റിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് പ്രതിഫലമില്ല. അതുകൊണ്ട് നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ തിരികെ തരാൻ നിവൃത്തിയില്ലാത്തവർക്ക് നീ സഹായം ചെയ്യുക, അവരെ മാനിക്കുക. ഇത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യരുത്. ചെയ്താൽ എൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം മുഴക്കരുത്. അങ്ങനെയാണ് അന്നത്തെ വലിയ മനുഷ്യരൊക്കെ ചെയ്തിരുന്നത്. പെരുമ്പറ അടിക്കുക, കാഹളം മുഴക്കുക. അങ്ങനെ മനുഷ്യരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയുമ്പോൾ എന്തോ അവർ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഭിക്ഷ കൊടുക്കുമായിരുന്നു. നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. അങ്ങനെയാണെങ്കിൽ നിന്റെ പിതാവിൻ്റെ പക്കൽ നിനക്ക് പ്രതിഫലമുണ്ടാകും. ഇവിടെ കർത്താവ് പറയുന്നത് എസ്കറ്റോളജിക്കൽ ബാങ്ക്വറ്റ്, അതായത് ഈ ചരിത്രത്തിൻ്റെ അന്ത്യത്തിൽ വരാൻ പോകുന്ന വലിയ ഒരു വിരുന്നിനെ കുറിച്ചാണ്, സ്വർഗീയമായ വിരുന്ന്. എന്നാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ സഭയുടെ മധ്യത്തിൽ നമ്മൾ പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ, വിവേചനം കാണിക്കാറുണ്ട് എന്ന ആദിമസഭയിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറഞ്ഞു കഴിഞ്ഞു. യാക്കോബ് ശ്ലീഹ പറഞ്ഞു, ഒരാൾ സ്വർണ്ണ മോതിരം ധരിച്ച് മോടിയുള്ള വസ്ത്രമിട്ട് നിന്നെ സന്ദർശിക്കാൻ വരുമ്പോൾ നീ അവനെ വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് അകത്ത് സോഫയിൽ കൊണ്ടുവന്നിരുത്തും. എന്നാൽ ഒരാൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പാവപ്പെട്ടവൻ വരികയാണെങ്കിൽ നീ അവിടെ വാതിൽക്കൽ നിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്ന് പറയും. യാക്കോബ് ശ്ലീഹ പറഞ്ഞു, സഭയിൽ ഇതുപോലെ വിവേചനം പാടില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം തുല്യരാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ 2:1 മുതൽ 13 വരെയുള്ള ഭാഗത്ത് സഭയിലെ വിവേചനത്തെക്കുറിച്ചാണ് പറയുക. ദൈവം സ്വർഗരാജ്യത്തിന് അവകാശികളായി തിരഞ്ഞെടുത്തവരെ നിങ്ങൾ അപമാനിക്കുകയാണോ എന്ന് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിർത്താം. റൂൾ ഓഫ് ദ വേൾഡ്, റൂൾ ഓഫ് ദ കിങ്ഡം, ഇത് രണ്ടും വ്യത്യസ്തമാണ്. റൂൾ ഓഫ് ദ വേൾഡ് ഈസ് സെൽഫ് പ്രൊമോഷൻ. Rule of the kingdom is humble service. Humility as a condition for exaltation. പരിശുദ്ധ മറിയത്തേക്കാൾ വിനീതയായി ആരെങ്കിലും ഭൂമിയിലുണ്ടോ എന്ന് ദൈവം അന്വേഷിച്ചു. പക്ഷെ ദൈവത്തിന് മറിയത്തേക്കാൾ വിനീതയായി ആരെയും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അവളെ ദൈവമാതാവായി തെരഞ്ഞെടുത്തു എന്നാണ് നാം വായിക്കുക. അതിനാൽ സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. യെശയ്യാ 57:15 അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടി വസിക്കുന്നു.
എന്ന് ദൈവം പറഞ്ഞു. യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഇത് രണ്ടും ഒരേ ആശയം തന്നെയാണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. വചനം ശ്രവിക്കുമ്പോൾ എന്തിനാണ് വിറയ്ക്കുന്നത്? ഈ വിറ നമ്മുടെ സാധാരണ വിറയുടെ കാര്യമല്ല പറയുന്നത്. വചനം അനുസരിക്കുവാനുള്ള മനുഷ്യൻ്റെ വ്യഗ്രതയാണ്. എത്രയും പെട്ടെന്ന് ദൈവവചനം നിറവേറ്റുവാനുള്ള മനുഷ്യൻ്റെ വ്യഗ്രതയെക്കുറിച്ചാണ് പറയുക. അത് യഥാർത്ഥമായ എളിമയുടെ ലക്ഷണമാണ്. നമ്മളെ സംബന്ധിച്ച് പരിശുദ്ധ മറിയത്തേക്കാൾ വിനീതയായി ആരുമില്ല. നമ്മുടെ അമ്മയുടെ ഈ വിനീതഭാവം, കർത്താവായ യേശു മിശിഹായിൽ ഉണ്ടായിരുന്ന വിനയത്തിൻ്റെ ഭാവം നമ്മളിലും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.